എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയ കാലത്തെ കറിയാണ്. ചേമ്പിൻ്റെ ഇല കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കറി കാണുമ്പോൾ മീൻപീര വറ്റിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതേ ടേസ്റ്റിലാണ് ഈ കറി ഉണ്ടാക്കി വരുമ്പോൾ കിട്ടുന്നത്. ഇതുപോലെ നല്ല തളിരായിട്ടുള്ള ചേമ്പിലയാണ്. ഇതുപോലെ ചുരുണ്ടിരിക്കുന്നതാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇവിടെ ഒരു 3 തളിരായിട്ടുള്ള ചേമ്പില എടുത്തിട്ടുണ്ട്. 3 ചേമ്പില എടുത്തിട്ടുണ്ടെങ്കിൽ 4 പേർക്ക് ഒരു പ്രാവശ്യം കൂട്ടാനുള്ള കറി കിട്ടും. ഇനി ഈ ഇല കീറിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കത്തി തൊടാതെ കൈകൊണ്ട് കീറിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. വലിയ തണ്ട് ഒഴിവാക്കി ചെറിയ തണ്ട് കൂട്ടി ഇതുപോലെ വേണം ഇല കീറിയെടുക്കാൻ. ഈ കറി ഇപ്പോൾ ഉള്ളവർക്കൊന്നും വലിയ പരിചയമില്ലാത്ത ഒരു കറിയാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഈ കറി ഉണ്ടാക്കി വരുമ്പോഴേക്ക് മീൻപീര വറ്റിച്ചതിൻ്റെ അതേ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇലയെല്ലാം ഇവിടെ കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കെട്ടിക്കൊടുക്കാം. തീരെ തളിരായിട്ടുള്ള ഇല എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റും കിട്ടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ചുരുണ്ടും വന്നോളും. ഇലകളെല്ലാം ഇതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം കെട്ടിക്കൊടുക്കാം. ഇല എടുത്തതിന് ശേഷം വാടിപ്പോകുന്നതിന് മുമ്പ് തന്നെ കറി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് നേരം ഇരുന്ന് വാടിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചൊറിച്ചിലൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ എടുത്തു വെച്ചിരുന്ന ഇലയെല്ലാം റോൾ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊടംപുളി നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി 1 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിരുന്നു. ഒരു മൺചട്ടിയാണ് ഇവിടെ കറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന കൊടംപുളി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5 പച്ചമുളക് ഇവിടെ കീറിയെടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നത് കൊണ്ടാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തത്. ഈ സമയമായപ്പോഴേക്ക് കുടംപുളി വെള്ളത്തിൽ കിടന്ന് നല്ലവണ്ണം തിളച്ച് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചേമ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ചേമ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കുടംപുളി ഒന്ന് തിളപ്പിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേമ്പിലേക്ക് ചൊറിയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇല്ലാതെയാകും. മാത്രമല്ല നല്ല ടേസ്റ്റും കിട്ടും. ചേമ്പിലയിലേക്ക് വേണ്ട കൂട്ടുകളെല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കൊണ്ട് കറി റെഡിയായിട്ട് കിട്ടും. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ചേമ്പിൻ്റെ താള ഉണ്ടാക്കി നോക്കണം. കറി ഇവിടെ വെന്ത് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കറി ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് വെന്ത് വരും. വെന്ത് വന്നു കഴിയുമ്പോൾ ഇതുപോലെയാണ് ഒരു ചേമ്പിൻ്റെ ഇല ഇരിക്കുന്നത്. ഈ ഇലയ്ക്കകത്തേക്ക് പുളിയും എരിവും തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ കയറുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. കറി ഇവിടെ നല്ല വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ചേമ്പിൻ്റെ ഇല കറി വെച്ച് നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.